നമസ്കാരം, എൻ്റെ പേര് ആദർശ്. വെൽക്കം ടു മൈ ന്യൂമറോളജി ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് പൊതുവെ ആളുകളിൽ കണ്ടുവരുന്ന ന്യൂമറോളജിയെ കുറിച്ചുള്ള കുറേ തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും പൊതുവെ സാധാരണമായ ആളുകൾ ന്യൂമറോളജിയെ കുറിച്ച് വിശ്വസിക്കുന്ന കുറേ അബദ്ധങ്ങളും ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ, പൊതുവെ ആൾക്കാർ വിചാരിക്കുന്ന ന്യൂമറോളജിയും ആസ്ട്രോളജിയും, അതായത് ജ്യോതിഷവും ന്യൂമറോളജിയും ഒന്നാണ് എന്ന് പൊതുവെ എല്ലാ ആൾക്കാരും വിശ്വസിക്കുന്നു. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ജ്യോതിഷം, ആസ്ട്രോളജി രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ശാസ്ത്രങ്ങളാണ്. ജ്യോതിഷശാസ്ത്രം നിങ്ങൾ ജനിച്ച ദിവസം, നിങ്ങൾ ജനിച്ച സമയം, നിങ്ങൾ ജനിച്ച ഉണ്ടാവുന്ന നക്ഷത്രങ്ങളുടെ ഫോർമേഷനും ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും എല്ലാം കൺസിഡർ ചെയ്ത് ഭയങ്കര ഒരു വാസ്റ്റ് സ്റ്റഡി ഉള്ളൊരു ടോപ്പിക്കാണ് ജ്യോതിഷശാസ്ത്രം. അപ്പം ജ്യോതിഷശാസ്ത്രത്തിലൊക്കെ വലിയ കറക്റ്റ് പ്രഡിക്ഷൻസ് ഒക്കെ നടത്താൻ പോലും അത്രയും പഠിച്ചിട്ടുള്ളതും അത്രയും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാധനമാണ് ജ്യോതിഷശാസ്ത്രം. ന്യൂമറോളജി ബേസ്ഡ് ഓൺ നിങ്ങളുടെ വേറൊരു സയൻസാണ്. അത് ബേസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ജനിച്ച ദിവസം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കൺസിഡർ ചെയ്താണ്. ഇപ്പം ആ നമ്പേഴ്സിൽ നിങ്ങൾക്ക് ഓരോ നമ്പേഴ്സിനും ഓരോ അർത്ഥങ്ങളും ഓരോ ഇൻ്റർപ്രിട്ടേഷൻസും ന്യൂമറോളജിയിൽ നൽകുന്നുണ്ട്. അപ്പം ബേസ്ഡ് ഓൺ നിങ്ങളുടെ നമ്പേഴ്സ് മാത്രം ബേസ് ചെയ്ത് പിന്നെ ഉണ്ടാക്കുന്നൊരു സയൻസാണ് ന്യൂമറോളജി. അപ്പം ന്യൂമറോളജിയും ആസ്ട്രോളജിയും ഒന്നല്ല, ന്യൂമറോളജിയും ജ്യോതിഷവും രണ്ടാണ്. ചിലർ ആസ്ട്രോളജിയും ന്യൂമറോളജിയും കൂടെ കമ്പൈൻ ചെയ്തൊരു പോസിറ്റീവായിട്ട് ഹെൽപ്ഫുള്ളായിട്ടൊരു റെമഡി ഉണ്ടാക്കാൻ വേണ്ടി അവർ കമ്പൈൻ ചെയ്യും. പക്ഷേ ന്യൂമറോളജി ബേസ്ഡ് ഓൺ നമ്പേഴ്സാണ്. അതിൻ്റെ നമ്പേഴ്സിൻ്റെ മീനിങ്സും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസും അത് മാത്രമാണ്. ആസ്ട്രോളജി തികച്ചും വ്യത്യസ്തമാണ്. അത് നിങ്ങളുടെ ജനിച്ച സമയം, തീയതി, ഗ്രഹങ്ങളുടെ ആ സമയത്ത് നക്ഷത്രങ്ങളുടെ ഫോർമേഷൻ, ഗ്രഹങ്ങൾ, അങ്ങനെ എല്ലാം ഒരു വാസ്റ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് നടത്തുന്ന പ്രഡിക്ഷൻസാണ് ആസ്ട്രോളജി. വരുന്നൊരു മിസ്കൺസെപ്ഷൻ, ഒരേ ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ച രണ്ട് വ്യക്തികൾ, ഒരേ ലൈഫ് പാത്ത് നമ്പറും ഒരേ ബർത്ത് ഡേറ്റും ഉള്ള രണ്ട് വ്യക്തികൾ, ഒരാൾ ഭയങ്കര സക്സസ്ഫുള്ളും ഭയങ്കര വേറെ ലെവലിൽ ജീവിക്കുന്നു, വേറൊരാൾ അധികം സക്സസ്ഫുള്ളൊന്നും അല്ലാതെ നോർമലായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇതിനും ഇതും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ന്യൂമറോളജിയിൽ ബർത്ത് നമ്പർ മാത്രമല്ല, ലൈഫ് പാത്ത് നമ്പർ, ഈ ക്വാ നമ്പർ, നിങ്ങളുടെ പിനാക്കിൾസ്, ചാലഞ്ച് നമ്പർ എല്ലാം കൺസിഡർ ചെയ്തിട്ട് പറയുന്ന ഇൻ്റർപ്രിട്ടേഷനാണ്. ഇനി ഇതെല്ലാം സെയിം ആണെങ്കിൽ കൂടി ഇത് മാത്രമല്ല ഒരാൾ ലൈഫിൽ സക്സസ്ഫുൾ ആവാനുള്ള കാരണങ്ങൾ. അപ്പോൾ അവരുടെ മെയിനായിട്ട് അവരുടെ ചുറ്റുമുള്ള ജീവിത സാഹചര്യങ്ങൾ, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ടാലൻസ്, സ്കിൽസ്, അവരെത്രത്തോളം ലൈഫിൽ സ്കിൽസ് യൂസ് ആക്കുന്നു, അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ കർമ്മ, അതായത് അവരുടെ ആക്ഷൻസ്, അവരുടെ ഇൻറ്റൻഷൻസ്, അവരുടെ മനസ്സിൽ അവർ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവർ വിചാരിക്കുന്ന അവരുടെ മനോഭാവം, ഇതെല്ലാം ഒരു മെയിൻ ഘടകം തന്നെയാണ്. ഇതെല്ലാം ഒരിക്കലും മാറ്റി വയ്ക്കാനോ ഇതെല്ലാം ന്യൂമറോളജി ഒരു ശാസ്ത്രമായിട്ട് കരുതിയിട്ട് ഇതാണെല്ലാം, അപ്പം ഇതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനല്ല. അപ്പം ഇതെല്ലാമാണ് സത്യം പറഞ്ഞാൽ മെയിൻ. ന്യൂമറോളജി ജസ്റ്റ് ഒരു ഗൈഡൻസ് തരുവാണ്, ഒരു ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുക മാത്രമാണ്. അപ്പോൾ ലൈഫിൽ ഭാഗ്യവും ബാക്കി കാര്യങ്ങളെല്ലാം ഒത്തുവരുമ്പോഴാണ് ഒരാൾ അംബാനി ആവുന്നത്. അംബാനിയുടെ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള വേറൊരാൾ, അയാളുടെ സാഹചര്യങ്ങൾ, അയാളുടെ വിദ്യാഭ്യാസവും അയാളുടെ ഇതും ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ അയാളുടെ ലെവലിൽ നിന്ന് അയാളും ഒരു അംബാനി തന്നെയാണ്. അപ്പം രണ്ട് വ്യക്തികളെ തമ്മിൽ ന്യൂമറോളജി വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. വേറൊരു പൊതുവെ കണ്ടുവരുന്നൊരു മിസ്കൺസെപ്ഷനാണ്, അതായത് ന്യൂമറോളജി 100% നിങ്ങളുടെ ഭാവി കാര്യങ്ങളെല്ലാം പ്രവചിക്കാനും നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് വരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സയൻസ്, ഒരു ശാസ്ത്രമായിട്ട് ന്യൂമറോളജി കാണുന്ന വെറും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം
ന്യൂമറോളജി നിങ്ങൾക്ക് ശരിയായ ഡിസിഷൻസ് എടുക്കാനും സാഹചര്യങ്ങൾ നിങ്ങൾ ഒരു ടൂൾ മാത്രമായിട്ടാണ് നിങ്ങൾ ന്യൂമറോളജിയെ യൂസ് ആക്കേണ്ടത്. അല്ലാതെ ഒരു 100% പ്രൊഡിക്ഷൻസ് കറക്റ്റായിട്ട് പറയുന്നൊരു ആക്യുറേറ്റ് സിസ്റ്റമായിട്ട് ഒരിക്കലും ന്യൂമറോളജീനെ കാണരുത്. ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ന്യൂമറോളജിയിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രവണതകളും നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ ഒരു ടൂൾ പോലെ വേണം നിങ്ങൾ ന്യൂമറോളജിനെ കണക്കാക്കാൻ. അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂള്, ഒരു സെൽഫ് ഡിസ്കവറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂള്, അത് മാത്രമാണ് ന്യൂമറോളജി. അത്ഭുതങ്ങൾ പ്രവചിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം അല്ല ന്യൂമറോളജി. പിന്നെ പൊതുവെ കണ്ടുവരുന്നൊരു തെറ്റിദ്ധാരണയാണ് ന്യൂമറോളജി പ്രകാരം പേര് മാറ്റിയാൽ ഉടനെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവും, നിങ്ങൾക്ക് സക്സസ് കിട്ടും. ഇതും ഒരു മിസ്കൺസെപ്ഷനാണ്. ന്യൂമറോളജി പ്രകാരം പേര് മാറ്റുന്നത് ആ സയൻസ് പ്രകാരം നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് മാത്രമാണ്. അത് മറ്റ് ഫാക്ടേഴ്സ്, മറ്റ് ഘടകങ്ങളും നിങ്ങളുടെ സക്സസ് തീരുമാനിക്കാൻ ആണ്. അതായത് നിങ്ങളിടുന്ന എഫേർട്ട്, നിങ്ങളിടുന്ന ടാലൻറ്റ്, നിങ്ങളുടെ മനോഭാവം, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ എല്ലാം, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ അവസരങ്ങൾ ഉപയോഗിക്കുന്നു, നിങ്ങളുടെ അവസരങ്ങൾക്ക് സമൂഹത്തിൽ എത്രത്തോളം അവരത് റെക്കഗ്നൈസ് ചെയ്യുന്നു, പല കാര്യങ്ങളും അടിസ്ഥാനമാക്കിയാണ് സക്സസ്ഫുൾ ആവുന്ന ഒരു വ്യക്തി. അപ്പം ജസ്റ്റ് പേര് മാറ്റി ന്യൂമറോളജി, നിങ്ങൾ വിശ്വസിക്കുന്ന ന്യൂമറോളജി പ്രകാരം നെയിം നമ്പർ കറക്ഷൻ ചെയ്തിട്ട് മാത്രം നിങ്ങൾ സക്സസ്ഫുൾ ആവണമെന്നില്ല. അതൊരു സപ്പോർട്ട് മാത്രമാണ്, ഒരു ഹെൽപ്ഫുൾ ആയിട്ടൊരു ടൂൾ മാത്രമാണ്. നിങ്ങൾ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ലൈഫിൽ ഫേവറബിൾ ആയിട്ട് വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് മാറ്റിക്കൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിക്കണമെന്നല്ല, ഇത് മാറ്റി നിങ്ങൾക്കൊരു സപ്പോർട്ട് പോലെയാണ്. പിന്നെ പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ന്യൂമറോളജി ഏതെങ്കിലും മതമായിട്ട് ബന്ധപ്പെട്ടതാണോ? തീർച്ചയായിട്ടും അല്ല. ന്യൂമറോളജി പല ട്രഡീഷൻസിലും പല കൾച്ചേഴ്സും, ഇപ്പം ലോഷോ ഗ്രിഡ് ന്യൂമറോളജിയിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലോഷോ ഗ്രിഡ് ചൈനീസ് ഫെങ്ഷുയി കോൺസെപ്റ്റാണ്. അപ്പോൾ പല ട്രഡീഷൻസും, പല ഇന്ത്യൻ തന്നെ വേദിക് ന്യൂമറോളജി ഉണ്ട്, പല സയൻസൊക്കെ ഉണ്ട് ന്യൂമറോളജി. അപ്പം ഒരു കബാലയുണ്ട്. അപ്പം ഒരു മതത്തിനോ ഒന്നും അടിസ്ഥാനമാക്കിയല്ല ന്യൂമറോളജി. പല വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും പല പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കടമെടുത്തൊരു സയൻസ് മാത്രമാണ് ന്യൂമറോളജി. അപ്പം ഇത് ഒരു മതവും അടിസ്ഥാനമാക്കിയുള്ളൊരു സയൻസ് അല്ല ന്യൂമറോളജി. കൂടാതെ ന്യൂമറോളജിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻസിൽ രേഖപ്പെടുത്തൂ. അടുത്ത വീഡിയോയിൽ അതും ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ ന്യൂമറോളജി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നമസ്കാരം.